അപ്പൊ ഈ ജ്വല്ലറി എവിടെയുള്ളത്? കറക്റ്റ് സ്ഥലം പറഞ്ഞാൽ. രാമനാട്ടുകര കോഴിക്കോട് റോഡിലാണ്. അതായത് നമ്മുടെ പെരുമുഖ റോഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും ഏകദേശം. അവിടെ ICICI ബാങ്ക് ഉണ്ട്, തൊട്ടടുത്ത് MP വെളിച്ചെണ്ണ ഒക്കെ കേട്ടിട്ടില്ലേ, അതിന്റെ അടുത്താണ്. നമ്മൾ തുടങ്ങിയിട്ട് 3 കൊല്ലമായി. കലിമ ഗോൾഡൻ ഡയമണ്ട്സ്. എന്തൊക്കെയാണ് ഇവിടുത്തെ? ഞങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് വേണ്ടി തുറന്ന ജ്വല്ലറിയാണ്. അതായത് പിന്നെ ഒരാൾ ജ്വല്ലറി ചെന്ന് കഴിഞ്ഞാൽ ഒരു ആഭരണം ഇന്നത്തെ പവന്റെ വില എന്ന് പറഞ്ഞാൽ 61,840. ശരാശരി ഒരു പവൻ വാങ്ങി വരുമ്പം 66 റുപ്യ 65 റുപ്യ വില പണിക്കൂലി കാണണം. നമ്മൾ കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പണിക്കൂലി ഇല്ലാതെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ സ്കീമിലൂടെ. 11 മാസം ഡെപ്പോസിറ്റ് സ്കീമുണ്ട്, പിന്നെ 6 മാസത്തെ സ്കീമുണ്ട് പണിക്കൂലി ഇല്ലാത്ത. അങ്ങനെ വ്യത്യസ്തമായ സ്കീമുണ്ട്. അങ്ങനെ വാങ്ങുമ്പോൾ ഏകദേശം 1 ലക്ഷം റുപ്യൻ്റെ പർച്ചേസ് ചെയ്യുന്ന വാങ്ങിക്കുന്ന സ്വർണം വാങ്ങിക്കുന്ന കസ്റ്റമർക്ക് ശരാശരി പിന്നെ ഒരു 15,000 റുപ്യോളം ലാഭമാണ്. പിന്നെ ഒരു കല്യാണ പാർട്ടി, ഒരു 20 പവൻ്റെ കല്യാണ പാർട്ടിയൊക്കെ എവിടെ പോയിട്ട് ആഭരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 20 പവന് വരും ഏകദേശം. ഈ GST പണിക്കൂലിയൊക്കെ തന്നെ വരും ഏകദേശം ഒരു 1 ലക്ഷം റുപ്യോളം അങ്ങനെ വരും. നമ്മളെ കല്യാണ ചെലവുകൾക്ക് മാറ്റി വെക്കാം. അധികം പൈസ ഈടാക്കുന്നില്ല. ഒക്കെ നമ്മൾ കൊടുക്കുന്നത് പ്രീമിയം ഐറ്റംസാണ് കൊടുക്കുന്നത് മുഴുവനും. അതായത് പ്രീമിയം അല്ലാത്ത ഐറ്റംസ് കൊടുക്കുന്നില്ല. നാടൻ വർക്കുകളും ഉണ്ട്, പക്ഷേ ബോംബെയിൽ നിന്ന് വരുന്ന എല്ലാ ഇതും കൊടുക്കുന്നുണ്ട്. പിന്നെ അധിക ജ്വല്ലറികൾ സ്കീമിലൊന്നും ഇങ്ങനെ പണിക്കൂലി ഇല്ലാത്ത സ്കീം പല സ്ഥലത്തും ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ ആരും എല്ലാ മോഡലും കൊടുക്കില്ല. ഞങ്ങൾ ആൻറ്റിക്കും സിംഗപ്പൂരും എല്ലാം കൊടുക്കും. ഇത് ഗോൾഡ് കോയിൻസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ആർക്കെങ്കിലും വാങ്ങിച്ച് എടുത്തു വെക്കണമെങ്കിൽ എടുത്തു വെക്കാം. ഇപ്പം ഇന്നിപ്പോൾ സ്വർണത്തിന് വില 61,840. അപ്പോൾ ഇത് കൂടുന്ന സമയത്ത് തിരിച്ചിങ്ങോട്ട് ഇതേ വിലക്ക് അവർക്ക് ആ വിലക്ക് തരാം, കുറയുന്ന വിലക്ക് വാങ്ങിക്കാം. അതിനുള്ള സൗകര്യങ്ങളും സൗദി കോയിനാണ്. അപ്പോൾ ഇതിന് അഡീഷണൽ ചാർജ് ഒന്നുമില്ല. അപ്പോൾ അത് സ്വർണത്തിൻ്റെ വില മാത്രമേ ഉള്ളൂ. കൊടുക്കലും വാങ്ങിക്കലും ഒക്കെ ആയിട്ട് ഒക്കെയാണ്. മോളെ ഞാൻ വരച്ചുണ്ടാക്കിയത്, വരച്ച് പണിയിപ്പിച്ചതാണ്. ടൈറ്റാക്കി എടുക്കുന്നത് ഇങ്ങനെ വലിച്ചിട്ട് ഇതാണ് സംഭവം അല്ലേ? നിങ്ങൾക്കൊക്കെ കയറും, നിങ്ങളെ കയ്യിലൊക്കെ കയറുക. അങ്ങനെ ടൈറ്റായി നിൽക്കൂല്ലേ? ഒരു പോകില്ല, അവിടെ കിടന്നോളൂ. പിന്നെ പ്രധാനമായിട്ട് എന്താ വെച്ചാൽ ഞങ്ങളെ ആഭരണങ്ങൾ ഇവിടുന്ന് എടുത്ത് എത്ര വർഷമായാലും ഇപ്പൊ 3 കൊല്ലം കഴിഞ്ഞിട്ട് പൊട്ടിയ സാധനങ്ങൾ റിപ്പയർ ചെയ്യാൻ ഫ്രീ ആണ്. അതിനൊരു പൈസ ഞങ്ങൾ വാങ്ങിക്കുന്നില്ല കേട്ടോ. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പൈസ ഈ സ്വർണം കൂട്ടുകയാണെങ്കിൽ മാത്രം ആ സ്വർണത്തിന്റെ പൈസ അല്ലാണ്ട് വാങ്ങിക്കില്ല. പിന്നെ മനുഷ്യന്മാർക്ക് ഏറ്റവും വലിയ സമ്പാദ്യമാണ് സ്വർണം. പക്ഷെ ലോകത്തിലെ ആൾക്കാർക്ക് എല്ലാവർക്കും സ്വർണം വാങ്ങിക്കാൻ എല്ലാവർക്കും ആഗ്രഹമില്ലാത്തവരില്ല. എല്ലാവർക്കും സ്വർണം വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ സാധാരണക്കാരന് ഇന്നത്തെ നമ്മുടെ നാട്ടിൽ ജോലിയില്ല, ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു കുറികളാണ് നടത്തുന്നത്. മാസം അടയ്ക്കുന്ന സ്കീമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പരിപാടികളാണ്. ഏകദേശം ഒരു 1 ലക്ഷം റുപ്യൻ്റെ ആഭരണം വാങ്ങുമ്പോൾ സ്വർണത്തിൻ്റെ മുകളിൽ 20,000 റുപ്യോളം പണിക്കൂലി GST വാങ്ങുന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ അതില്ലാതെ ഗഡുക്കളായിട്ട് അടച്ചിട്ട് ഇവർക്ക് വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ പിന്നെ പഴയ ആഭരണം പൊട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ പണിക്കൂലി കൊടുക്കാതെ അതേ തൂക്കത്തിന് തൂക്കമായിട്ട് മാറ്റുന്ന 6 മാസം ഡെപ്പോസിറ്റ് സ്കീമുണ്ട്. നമ്മൾ 3 വർഷമായി ഇവിടെ തുറന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും ഇങ്ങനെ കൊടുക്കുന്നു, വാങ്ങുന്നു. അപ്പോൾ നമ്മൾ ഇതൊരു ടൗൺ അല്ലാത്തൊരു പ്രദേശമാണ്. അപ്പോൾ ആളുകൾക്ക് തന്നെ അറിഞ്ഞു വരുന്നില്ല. അപ്പോൾ എല്ലാവരും അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഒരുപാട് മോഡലുകളുണ്ട്. ഒക്കെ ലൈറ്റ് വെയ്റ്റ്സ് ആണ്. അതായത് ഇതൊക്കെ സിമ്പിളാണ്, കുട്ടികൾക്ക് എടുക്കാൻ പറ്റിയ. അതെ. പിന്നെ കുറെ ഐറ്റംസ് ഉണ്ട്. പിന്നെ ചില ഐറ്റംസുകൾ ആഭരണം ഇല്ലെങ്കിൽ സ്റ്റോക്ക് ഇല്ലെങ്കിലും പിന്നെ ഫോട്ടോ കാണിച്ച് അതേ മോഡൽ പണിത് കൊടുക്കും. പിന്നെ നമ്മളെ ഗുരുക്കന്മാർ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ സ്വർണം വാങ്ങിക്കാൻ വരുമ്പോൾ ഒരു നല്ലൊരു സ്വഭാവം, വെക്കാൻ വരുമ്പോൾ മറ്റുള്ള ജ്വല്ലറിയൊക്കെ മോശപ്പെട്ടൊരു സ്വഭാവമാണ് അവരെ സ്വർണം പൈസ കൊടുക്കാൻ വരുമ്പോൾ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ വെക്കാൻ വരുന്നവർക്കും വാങ്ങിക്കാൻ വരുന്നവർക്കും നമ്മൾ ഒരേ സർവീസാണ്. കാരണം നമ്മൾ പക്ക പറഞ്ഞു കൊടുത്തിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ വിൽക്കാൻ വരുന്ന ആൾക്കാർക്ക് മാക്സിമം ക്യാഷ് കൊടുത്ത് വിടലാണ്. കാരണം സ്വർണം വിൽക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ
ആ അത്യാവശ്യം ഉണ്ടായിട്ടല്ലേ, ബുദ്ധിമുട്ടുകൊണ്ടല്ലേ? സ്പോട്ടിൽ തന്നെ പൈസ കൊടുത്ത് ഒഴിവാക്കലാണ് ആ കൂടുതലും ചെയ്യല്. ഇനിയിപ്പം ബാങ്ക് അക്കൗണ്ട് വേണ്ടവർക്ക് ബാങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കും. ആ ആ നമുക്ക് ആളുകളൊന്നും അറിഞ്ഞിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ ഇത് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ കയ്യിലൊരു മോഡലുണ്ടെങ്കിൽ ഞാൻ മോഡൽ കാണിച്ചത് അതേപോലെ നിങ്ങൾ ചെയ്ത് തരും. ഏത് വർക്ക്, അപ്പം ഇനി ചെറിയ സ്വർണത്തിലാണെങ്കിലും ചെയ്യും. ഏത് ആ ഇപ്പോൾ 18 ക്യാരറ്റിന്റെ ഒരു നമ്മളൊരു നല്ല കാണുന്ന ഒരു നെക്ലേസ് ആണ്. ആ ഇവിടെ ഇപ്പോൾ നമ്മളെ ഈ കലിമ ജ്വല്ലറി രാമനാട്ടുകരയിൽ ഏറ്റവും നല്ല മൂവിങ്ങിൽ പോകുന്നൊരു പാറ്റേൺ ആണ് 18 ക്യാരറ്റ് ഓർണമെന്റ്സ്. പക്ഷേ ഈ 18 ക്യാരറ്റ് ഓർണമെന്റ്സ് നമ്മളിവിടെ വാങ്ങിക്കുന്ന ഒരു ഗ്രാമിന് 1500 റുപ്യ പണിക്കൂലി വാങ്ങിക്കുന്നുണ്ട്. ആ ഇത് 3000 വാങ്ങുന്നവരുണ്ട്, 3500 വാങ്ങുന്നവരുണ്ട്, പിന്നെ 5000 വാങ്ങുന്ന ബ്രാൻഡ് ജ്വല്ലറികളുണ്ട്. നമ്മൾ കസ്റ്റമറോട് അത് വാങ്ങിക്കുന്നു. കാരണം ഇവിടുന്ന് കസ്റ്റമർക്ക് വാങ്ങിക്കുമ്പോൾ ഗുണങ്ങളുണ്ട്. പിന്നെ അവിടുത്തെ എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പണ്ട് കാലങ്ങളൊക്കെ നമ്മൾ സ്വർണം വാങ്ങിക്കുമ്പോൾ ഓൾഡ് മോഡലല്ലേ, അപ്പോൾ ഇപ്പോൾ നമുക്കത് മോഡലൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ അത് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ. നമ്മളൊരു 6 മാസം നമ്മൾ പഴയ സ്വർണ്ണം അവിടെ കൊണ്ടുപോയി വെക്കുക. കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ മോഡൽ സ്വർണം ഒരു പണിക്കൂലി ഇല്ലാതെ ഏത് മോഡൽ വേണമെങ്കിലും, നല്ല ഡിസൈനോ പിന്നെ നല്ലതല്ലാത്ത ഡിസൈനോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് ഡിസൈനാണെങ്കിലും ഒരു പണിക്കൂലി ഇല്ലാതെ നിങ്ങൾക്ക് അവിടെ പുതിയ സ്വർണ്ണം എടുത്ത് പോരാട്ടോ. അത് അവരെ ഒരു ഹൈലൈറ്റ് തന്നെ കേട്ടോ. അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ അവിടെ വേറെ കസ്റ്റമർ വന്നിട്ടുണ്ട് റിങ് നോക്കാൻ. അവരോട് ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ ചോദിക്കണമൊക്കെ നിങ്ങൾ കേട്ടോ. നിങ്ങൾ ഇവിടെ തന്നെ ഗോൾഡൊക്കെ എടുക്കൽ? എങ്ങനെ ഇവിടെ സെലക്ഷനൊക്കെ? അപ്പോൾ അവർ അവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആട്ടോ. അതൊക്കെ പറയണുണ്ടായിരുന്നു. അവർ തലേന്ന് റിങ്ങൊക്കെ നോക്കി വെച്ച് പോയതാണ് ഗിഫ്റ്റ് എടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ അവർ നല്ല അടിപൊളി റിങ്ങൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. റിങ് ആണെങ്കിലും സെക്കൻഡ് സ്റ്റഡ് ആണെങ്കിലും പിന്നെ മൂക്കുത്തി ആണെങ്കിലും അതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതൊക്കെ അവിടെ നല്ല മോഡൽ, അടിപൊളി മോഡലുണ്ട്. ചെറിയ ചെറിയ സിമ്പിൾ ഐറ്റംസാണ് അവിടെ അടുത്ത് ഒരുപാടുള്ളത്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ മണിമാലയില്ലേ, ആ മണിമാല ഉണ്ട്. പിന്നെ അതേപോലെ താര ചെയിനില്ലേ, താര പണ്ട് കുട്ടികൾക്കൊക്കെ അതാണ് ഇട്ട് കൊടുക്കലുണ്ടായിരുന്നത്. ആ ചെയിനുണ്ട്. അങ്ങനെ പണ്ടത്തെ മോഡലുകൾ അതും കൊണ്ടിട്ട് അവരുടെ അടുത്ത് കുറച്ച്. പക്ഷെ കൂടുതൽ ന്യൂ മോഡലാണ്. പണ്ടത്തേതൊക്കെ ചോദിക്കുന്നവർക്ക് ഒരു ചെയ്തു. അപ്പോൾ മക്കളെ നല്ല മോഡലുണ്ടെങ്കിൽ ആ മോഡലും കൊണ്ടാണ് പോയിക്കോളി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗ്രാമിൽ ഉദ്ദേശിക്കുന്ന പവനത്തിൽ അവരാണ് ഡിസൈൻ ചെയ്ത് തരും. അപ്പോൾ ഇത്രയൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.